നമസ്കാരം. ഗോകുലം ഗോപാലനെ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഗോകുലം ഗ്രൂപ്പിന്റെ കോഴിക്കോട്, ചെന്നൈ ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ടുനിന്ന റെയ്ഡിന് പിന്നാലെയാണ് ഇന്നത്തെ ഈ നടപടി. ഗോകുലം ഗോപാലനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. നോട്ടീസ് നൽകിയത് പ്രകാരം ഗോകുലം ഗോപാലൻ ഇന്ന് ഇഡി ഓഫീസിൽ ഹാജരായി. വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ ഗോകുലം ഗോപാലൻ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫണ്ട്സ് ഫിനാൻസ് കമ്പനി നിയമവിരുദ്ധമായി പ്രവാസികളിൽ നിന്നും 592.5 കോടി രൂപ സമാഹരിച്ചെന്നാണ് ഇഡി വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ചെന്നും പ്രവാസികൾക്ക് തുക പണമായി തിരികെ നൽകിയത് ഫെമ ചട്ട ലംഘനമാണെന്നും പറയുന്നു. പരിശോധനയിൽ 1.50 കോടി രൂപ പിടിച്ചെടുത്തതായും വാർത്താക്കുറിപ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന് പിന്നാലെ ചെന്നൈയിൽ വെച്ച് പ്രാഥമിക മൊഴിയെടുക്കലൊക്കെ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. കൂടുതൽ കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്നാണ് ഇഡിയുടെ പക്ഷം. 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണമെന്നാണ് ഇഡി പറയുന്നത്. എന്നാൽ മിന്നൽ റെയ്ഡ് നടത്തിയതും മണിക്കൂറുകൾ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തതും ഉടനടിയുള്ള പ്രതികാര നടപടിയാണെന്നാണ് വ്യക്തം. ഇദ്ദേഹം എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ്. ഈ സാഹചര്യത്തിലാണ് ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങൾ നടക്കുന്ന ഇഡി റെയ്ഡ് വലിയ രീതിയിൽ വിവാദമാകുന്നത്.